അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൻ്റെ ജസ്നയിൽ നിന്നും കണ്ണൻ്റെ ചിത്രം വാങ്ങി വളരെ കടയും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയി ചേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. വീഡിയോ ഇട്ടതിലല്ല ചേച്ചി ആ വോയിസ് പുറത്തു വിട്ട് ചേച്ചി എന്നാണ്. ഈ ജസ്ന സലീമിൻ്റെ അവിടുത്തെ പള്ളി കമ്മിറ്റിയിൽ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിലുള്ളതാണെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അത് 2 പേരെന്നെ വിളിച്ചിട്ടുണ്ട്. 2 പേര് അവളുടെ നാട്ടിലുള്ളവർ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-18 പേരോളം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പല നാടുകളിൽ നിന്ന് എന്നെ വിളിച്ചാണ് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട്. പക്ഷേ അവൾ പള്ളി കമ്മിറ്റിയിലുള്ളവർ തന്നെ 2 പേരെന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോയിസ് എന്തായാലും ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും തരംതാണ രീതിയിലാണ് ഇവളുടെ പ്രവർത്തനം എന്നുള്ളത്. സത്യം ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇത്രയും നാളും ഞാൻ അവൾ നല്ലപോലെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ പടം വരയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ റീലുകൾ ചെയ്യുന്നു, അവരെ ആരെയും കൂസാതെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഈ ഓരോ ചാനലുകൾ കയറി നോക്കുമ്പോഴാണ് ഓരോ പെൺകുട്ടികളെ പറ്റി മോശമായിട്ട് പറയുന്നതും അവരെ താറടിച്ച് സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ തന്നെ സമുദായത്തിലുള്ളവരെ വെല്ലുവിളിക്കുന്നതും ആ സമുദായത്തിലുള്ളവരെ തന്നെ ഓരോന്ന് പറയുകയും എല്ലാം ചെയ്യുന്നതും സ്വന്തം മതത്തെ പുച്ഛമായ രീതിയിൽ കാണുകയും മറ്റുള്ള മതങ്ങളെ, അതായത് ഈ ഹിന്ദുക്കളെ തന്നെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ബിസിനസ് മൈൻഡ് കൂടുതലായിട്ട് എടുക്കുകയും ചെയ്ത് അങ്ങനെ ആ ഒരു മൈൻഡ് ഇത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറേ പേരത് വെറുക്കുന്നവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് മാത്രമാണ് അത് മനസ്സിലാവാതിരുന്നത്. അത് എന്നെപ്പോലുള്ള കുറേ പേർക്ക്, ബാക്കിയുള്ളവർക്കെല്ലാം അത് മനസ്സിലായി, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അത് പറഞ്ഞ് തിരുത്താൻ അല്ലെങ്കിൽ കുറേ പേരെ ബോധവൽക്കരിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഞാൻ മാത്രമേ ഉള്ളത് മനസ്സിലാക്കാതിരുന്നെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആയാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ആ 2 വോയിസും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. നമുക്ക് ആ വോയിസിലേക്ക് പോവാം. ചേച്ചി, എൻ്റെ പേര് ഹസൻ എന്നാണ്, സ്ഥലം കരുനാപ്പള്ളിയാണ്. ഞാൻ ചേച്ചിയുടെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു ജസ്ന സലീമിനെ കുറിച്ച്. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സംസാരിക്കാനാണ്. ചേച്ചിക്ക് സമയമുണ്ടോ? സമയമുണ്ട്, പറഞ്ഞു. ചേച്ചിയുടെ വീഡിയോയിൽ ചേച്ചി അവരുടെ കയ്യിൽ നിന്ന് കൃഷ്ണന്റെ ചിത്രങ്ങൾ വാങ്ങിയതും പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചേച്ചി പറയുന്നത്. ഞങ്ങൾ കുറേ കാലങ്ങളായി ഈ വിഷയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സ്ത്രീ നടത്തുന്ന ഒരു തട്ടിപ്പാണിതെന്നും അവർ കൃഷ്ണനെ മറയാക്കി ഹൈന്ദവരായ സാധുക്കളായ നിഷ്കളങ്കരായ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കുറേ കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്യാഷ് കിട്ടി തുടങ്ങിയപ്പോൾ അവർ ഈ മുസ്ലിങ്ങളെയും ഹിന്ദുക്കൾക്കുമിടയിൽ പലതരത്തിലുള്ള കളികൾ നടത്തി കലാപശ്രമത്തിന് ഹൈക്കോടതിയിൽ അവർക്കെതിരെ കേസുണ്ട്. ഇതിനെതിരെ നിരന്തരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങളെ പലരും തീവ്രവാദികളായി. അവർ ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ പോയി അവർ പ്രസംഗിച്ചത് എന്നെ മുസ്ലിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്, ഞാൻ തട്ടമിട്ടുകൊണ്ട് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിന് ഇസ്ലാമിക ഭീകരർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്റെ ജീവിതം. അപ്പോൾ ഇനി മറ്റുള്ളവരോട് പറയാൻ നമുക്ക്, അതായത് ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. അതായത് ചേച്ചിക്ക് ഒരബദ്ധം പറ്റി. അത് ഞാനൊരു മുസ്ലിമാണ്. അപ്പം ഞാനും അതിനൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ്. കാരണം അവളുടെ തട്ടിപ്പിൽ വീണത് അത് നിങ്ങളുടെ കുറ്റമാണ്. കാരണം ഇത് ഒരു ഇസ്ലാം മതത്തെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ ആരെയല്ല, അവൾ സ്വയം എല്ലാവരെയും ഒരുപോലെ വിഡ്ഢിയാക്കിയിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രാണ്ടികൾ മാത്രമാണ്. മുസ്ലിമായിരുന്നു കൊണ്ട് അവൾ മുസ്ലിമിനെതിരെയും ഹിന്ദുവിനെതിരെയും ക്രിസ്ത്യനെതിരെയും അവൾക്ക് ജീവിക്കാൻ വേണ്ടി അവളെന്താ ചെയ്യുന്നതെന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള തട്ടിപ്പ് കേസുകളുമായിട്ട് വരുന്നവരെ, അതായത് ജസ്നയുടെ ഞാൻ ഇതിനു മുമ്പ് അമ്പലത്തിൽ വെച്ച് പലവരും കെട്ടിപ്പിടിച്ച്, അതായത് ഹിന്ദുമതത്തിൽപ്പെട്ട അമ്മമാരായാലും മറ്റുള്ള സ്ത്രീകളും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന വീഡിയോ വരെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ റിയാക്ട് ചെയ്യാത്തത് കാരണം ഇതൊക്കെ നിങ്ങൾ സ്വയം കുഴിച്ച കുഴിയാണ്. കാരണം നമ്മളൊരാളുടെ ഐഡൻറ്റിറ്റി കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാതെ അതിനെ തള്ളിവിടുക വേണ്ടത്. നമ്മൾ ഇപ്പം മുസ്ലിം എന്ന രീതിയിൽ ഇപ്പം ചേച്ചിക്ക് വന്ന കോള് അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങൾ ഈ മുസ്ലിമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത് തന്നെ ഉള്ളൂ. കാരണം നിങ്ങളാണ് നിങ്ങളെ സൂക്ഷിക്കേണ്ടത്. പിന്നെ
ഒരു മുസ്ലിം മതത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുന്ന, അതായത് ഞങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളാ തെറ്റുകാർ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, അതായത് ജനങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരുടെയും തട്ടിപ്പ് വീഴാൻ ദൈവം ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ വെച്ച്, നമ്മൾ ചിന്ത വെച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കാൻ. തള്ളിപ്പറയുകയല്ല, അവർ നല്ലതാണ് ചെയ്തിട്ടുള്ളത്. ജസ്നയെ നമ്മൾ തള്ളിപ്പറയുന്ന കാര്യമില്ല. കാരണം ജസ്നയെ സംബന്ധിച്ചോളം അവൾ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന കൂത്തിൽ വന്ന് പെട്ടുപോകുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അവിടെ പറയുന്നുള്ളൂ, ഒരു ഉദാഹരണമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാകും, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.